വളരെ കുറച്ച് കാലം അധ്യാപികയായിട്ട് വർക്ക് ചെയ്തതിൻ്റെ വെളിച്ചത്തിലും 2 ടീനേജേഴ്സ് ആയിട്ടുള്ള കുട്ടികളുടെ അമ്മ എന്ന രീതിയിലും കൂടിയാണ് ഞാൻ ഇവിടെ വന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. നമ്മുടെ സമൂഹത്തെ സിനിമകൾ ഇപ്പം വളരെ മോശമായിട്ട് ബാധിക്കുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴല്ല, കാലാകാലങ്ങളായിട്ട് പല രീതിയിൽ സ്വാധീനിച്ചിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന പിന്നെ ചെറുപ്പക്കാരായവർക്ക് ഇഷ്ടപ്പെടില്ല. അവർ പറയും ചേച്ചിക്ക് ഭയങ്കര തള്ളവൈ ബാധ ഒതൊന്നും ഇഷ്ടപ്പെടാത്തതെന്ന് പറയും. പക്ഷേ ഞാൻ കുറച്ച് ഉദാഹരണങ്ങളോടുകൂടി തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം. കഴിഞ്ഞ വർഷം അവസാനത്തോടു കൂടിയാണ് ഒരു മൂവി റിലീസ് ചെയ്തത്. അതിൽ അത്യാവശ്യം നമുക്ക് കണ്ടിരിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരുപാട് സീനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത് സെൻസർ ബോർഡ് ഇത് എന്ത് കണ്ടിട്ടാണ് ഈ സിനിമയ്ക്ക് അനുവാദം കൊടുത്തതെന്ന് പോലും നമ്മൾ അതിശയിച്ച് പോകുന്ന തരത്തിലുള്ള സീനുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇത് 80+ ആണെന്ന് പറഞ്ഞാൽ എല്ലാ പ്രായക്കാരും തന്നെ ഇതിനകം ആ സിനിമ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. സിനിമയിൽ സെൻസർ ചെയ്ത് വിട്ട പല ഭാഗങ്ങളും OTTയിൽ വരുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ചില കമൻറ്റുകളിൽ നിന്ന് കണ്ടാണ് അവരത് ഈ OTTയിൽ വരാനിരിക്കുന്ന അവർ സെൻസർ ചെയ്ത് വിട്ട കാണാൻ പറ്റാത്ത അത്രത്തോളം തീവ്രതയുള്ള ആ ഒരു കാഴ്ച കാണാൻ എല്ലാവരും ഉത്സാഹത്തോടെ കാത്തിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇന്നത്തെ കുട്ടികളിലെ ഇത്തരം സിനിമകൾ ഉണ്ടാക്കുന്ന ഒരു തരം പ്രത്യേകതര ആവേശം എന്താണെന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വർഷം തുടക്കം മുതൽ നമ്മളിപ്പം വരെ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഏത് തരത്തിലുള്ളതാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ നിങ്ങൾ പറയും ഈ സിനിമ കാരണം അല്ലല്ലോ എന്ന് പറഞ്ഞാൽ ഉണ്ട്. സിനിമകൾ നമ്മളെ തെറ്റായ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, വർഷങ്ങളായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിരുന്നു. എന്നാലും ഒന്നുകൂടെ ഞാൻ പറയുകയാണ്. തല്ലുമാല സിനിമ ഇറങ്ങിയതിന് ശേഷം അതിനു മുമ്പ് നമ്മൾ കാണാത്ത വിധം നിസ്സാരം കാര്യങ്ങളുടെ പേരിൽ കല്യാണ വീടുകൾ തല്ലുകൾ ഉണ്ടാകുന്ന പല വാർത്തകളും നമ്മൾ കേൾക്കാനിടയായി. ഇങ്ങനെയുള്ള സീനുകൾ ആ സിനിമയിലായിരുന്നു കൂടുതൽ. ആ സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് അങ്ങനെയുള്ള വാർത്തകൾ കൂടുതലായിട്ട് വരുന്നത്. ദൃശ്യം സിനിമയിൽ ഒരു ഐഡിയ ഉണ്ട് എങ്ങനെയാണ് പിന്നെ ബോഡി മറവ് ചെയ്തതെന്നുള്ളത്. അതേ സമാനമായ കേസുകൾ അതിനുശേഷം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ധൂം ഹിന്ദിയിലെ ധൂം സിനിമയ്ക്ക് ശേഷം അതുപോലെ തന്നെ ഹോട്ടലിൻ്റെ ബേസ്മെൻറ്റിലൂടെ വന്ന് മോഷ്ടിച്ചിട്ട് പോയ പിന്നെ വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കുറച്ച് പഴയ കാലത്തേക്ക് പോവുകയാണെങ്കിൽ പെൺകുട്ടികളുടെ പുറകെ നടന്നു കഴിഞ്ഞാൽ അവരെ വളയ്ക്കാൻ പറ്റും, ഇല്ലെങ്കിൽ അവരെ നിരന്തരമായി ശല്യം ചെയ്ത് കഴിഞ്ഞ് ക്രമേണ അവർ നമ്മളെ പ്രണയിക്കും എന്നുള്ള ഐഡിയയൊക്കെ സിനിമയിലാണ്. ഈ ബൈക്കും കൊണ്ട് പെണ്ണുങ്ങളുടെ പുറകെ നടക്കുന്നതും അവരെ പ്രണയിക്കുന്നതും അവരെ പ്രണയിച്ച് വശത്താക്കുന്നത്. അതായത് ആദ്യമേ എത്ര റിജക്റ്റ് ചെയ്താൽ അവരെ ശല്യം ചെയ്ത് കഴിഞ്ഞാൽ അവർ ഓക്കെ ആകുമെന്നുള്ള രീതിയിൽ ഒരു സന്ദേശം തന്ന സിനിമകളാണ്. എൻ്റെ സൂര്യപുത്രിക്ക് എന്ന് പറഞ്ഞ മൂവി ഇറങ്ങിയ സമയത്ത് ഞാൻ കേട്ടിട്ടുള്ളൊരു വാർത്തയാണ്. എവിടെയോ ഹോസ്റ്റലിൽ നിന്ന് രാത്രിയിൽ പുറത്ത് ചാടി ഗേൾസ് അവർ പുറത്ത് ചാടി പോയി കറങ്ങി നടന്നു. അങ്ങനെ അവരെ ആരൊക്കെയോ കൂടി ശല്യം ചെയ്യും, ഉപദ്രവിക്കുകയൊക്കെ ചെയ്ത്. ഈ വാർത്ത നമ്മളിൽ പല 90s കിഡ്സും കേട്ടിട്ടുള്ള വാർത്തകളായിരിക്കും. അപ്പോൾ ഹോസ്റ്റലിലൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്നുള്ളൊരു ഐഡിയ സിനിമയിൽ നിന്നാണ്. ആ ഒരു ഇൻസ്പിറേഷൻ, ആ ഒരു ആവേശം നമുക്കത് അതിൽ നിന്ന് കിട്ടിയേക്കുന്നത്. അങ്ങനെ ഈ സീനിയേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ, ജൂനിയേഴ്സ് ആയിട്ട് വരുന്ന പുതിയ ഫ്രഷേഴ്സ് ആയിട്ട് വരുന്ന കുട്ടികളെ കോളേജിലും സ്കൂളിലും ഒക്കെ അവരോട് വഴക്കിടുകയും അവരെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്ന ഈ ഒരു പ്രവണത, ഈ ഒരു സ്റ്റൈൽ നമ്മൾ കണ്ടിട്ടുള്ള സത്യത്തിൽ എവിടെ നിന്നാണ്? നമ്മൾ സിനിമയിലാണ് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. പക്ഷെ നമ്മൾ ക്രമേണ ഇത് സിനിമയിൽ കണ്ടു തുടങ്ങിയതിന് ശേഷമാണ് ഇത്തരം വാർത്തകൾ കൂടുന്നത്. അതായത് ഒരിക്കലും സംഭവിച്ചിട്ടില്ല എന്നല്ല, ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടക്കും. ഇത് സിനിമയിൽ വന്നു കഴിയുമ്പം ഇതുവരെ കണ്ടിട്ടും ഇല്ല, കേട്ടിട്ടില്ല, അനുഭവിച്ചിട്ടും ഇല്ലാത്തവർക്ക് ഇതൊരു ചെയ്യാനൊരു ടെൻഡൻസി ഉണ്ടാകും എന്നുള്ളത് നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന സാധ്യതയല്ല. കണ്ട് അറപ്പ് മാറുക എന്ന് പറയുകയില്ലേ, ആ ഒരു അവസ്ഥയാണ് ഇപ്പം പല സിനിമകളിലും നമുക്ക് കുട്ടികൾക്ക് കാണുമ്പോൾ സംഭവിക്കുന്നതാണ്. പണ്ടത്തെ കാലത്ത് പിന്നെ ഗുണ്ടകളെ കാണിക്കുമ്പോഴോ വില്ലന്മാരെ കാണിക്കുമ്പോഴോ അവരുടെ ഒരു ആകാരം, ആ ഒരു രൂപത്തിലൊക്കെ നമുക്ക് ഭയം തോന്നുന്നത്. മമ്മൂട്ടിയുടെ ജോണി വാക്കർ എന്ന് പറഞ്ഞ സിനിമയിലെ വില്ലനാണ് ഞാൻ എൻ്റെ ചെറുപ്പകാലത്തിൽ കണ്ടിട്ടുള്ള എന്നെ ഏറ്റവും ഭയപ്പെടുത്തിയിട്ടുള്ള വില്ലൻ. അയാൾ വരുമ്പോഴുള്ള BGMഉം അയാളുടെ ഒരു പ്രത്യേക നടത്തവും നോട്ടവും ഒക്കെയാണ് എന്നെ ഭയപ്പെടുത്തിയത്. അതിനകത്ത് എവിടെയാണ് നമുക്ക് കാണാൻ പറ്റാത്ത പോലത്തെ ഒരു സീനോ ഭയപ്പെടുത്തുന്ന സീനുകളോ ഇല്ല. പക്ഷെ നമുക്കൊരു ഉൾഭയം ഉണ്ടാക്കിയെടുക്കാൻ ആ സീനുകൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പം സിനിമകൾ ഇങ്ങനെ പിന്നെ മാസ്സാക്കണമെങ്കിൽ എപ്പോഴും ഇങ്ങനെ കാണാൻ പറ്റാത്ത ഭയങ്കര ക്രൂരമായ സീനുകൾ ഉൾപ്പെടുത്തിയേ പറ്റൂ എന്നൊന്നും ഇല്ല. ഇതൊന്നും ഇല്ലാതെ തന്നെ എത്രയോ സിനിമകൾ വിജയിച്ചിരിക്കുന്നു. നല്ല രീതിയിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, മോശം രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ കണ്ട് നമുക്ക് അതിനോടുള്ള ഭയം മാറിയിട്ട് പിന്നീട് ക്രമേണ ഇതൊക്കെ ഒന്ന് അനുഭവിച്ചറിയാനുള്ള ഒരു ടെൻഡൻസിയിലേക്ക് ആളുകൾ പോകും. അതാണ് മനുഷ്യൻ്റെ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, മെഡിക്കൽ ഫീൽഡിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ആദ്യത്തെ ദിവസം പലതും കണ്ടിട്ട് അവർക്ക് തല ചുറ്റുമൊക്കെ ചെയ്യും. ചിലപ്പോൾ അത്രയും ഒന്നും താങ്ങാനുള്ള ശക്തി കാണത്തില്ല. പക്ഷെ ക്രമേണ അവർക്ക് പഠിച്ചേ പറ്റൂ. അതുകൊണ്ട് അവർ ആ സാഹചര്യവുമായിട്ട് ഒത്തുചേർന്ന് അവർക്ക് പിന്നീട് അത്
ഒരു പ്രശ്നമില്ലാതാകും. ഒരു രോഗിയോ ഒരു മുറിവുള്ളോ ഒന്നും കണ്ടാൽ അവർക്ക് ബുദ്ധിമുട്ട് വരികയില്ല എന്ന് പറഞ്ഞ പോലെ കണ്ട് കണ്ട് കുട്ടികൾക്ക് അർപ്പം മാറി ഇതിൻ്റെ കുറച്ചുകൂടെ തീവ്രമായ എന്തെങ്കിലും വേണമെന്നൊരു തോന്നലിലേക്ക് കുഞ്ഞുങ്ങൾ പോകുന്ന ഒരു അവസ്ഥയാണ്. മഞ്ഞുമേൽ ബോയ്സ് കണ്ടുകൊണ്ടിരുന്ന ഗ്യാങ് ആയിട്ട് കൂട്ടുകാരായിട്ട് പോയിരുന്ന് കാണുമ്പോൾ നമ്മളിൽ ഒരാൾ അത് ആ കുഴിയിൽ വീഴും, നമ്മുടെ കൂട്ടുകാരിൽ ഒരാൾ കുഴി വീഴുന്നതായിട്ട് നമ്മൾ സങ്കല്പിച്ചു, നമ്മൾ ചാടി ഉറപ്പായിട്ട് രക്ഷപ്പെടുത്തു എന്ന് അവിടെ വെച്ച് തന്നെ നമുക്ക് ഒരു ആവേശമോ ഒരു ധൈര്യമൊക്കെ തോന്നുകയും ചെയ്തു ഇല്ലേ. അത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും തോന്നി എൻ്റെ കൂട്ടത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അബദ്ധം പറ്റിയാൽ ഞാൻ തീർച്ചയായിട്ടും ഇറങ്ങി രക്ഷിക്കുമെന്ന്. ഇത് മനുഷ്യൻ്റെ മനസ്സിലേക്ക് അങ്ങനത്തെ ഐഡിയാസും ധൈര്യവും കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള അങ്ങനത്തെ ഒരു ഇൻസ്പിറേഷൻ അവർക്കുണ്ടായെങ്കിൽ മോശം രീതിയിലും ഇൻസ്പിറേഷൻ ഉണ്ടാവുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കുട്ടികളെ അവർ സ്കൂളിൽ പഠിച്ച അവരുടെ പാഠഭാഗത്തുള്ള ഒരു കഥാപാത്രം പോലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. അവർക്ക് സിനിമയിലും യൂട്യൂബിലും ഒക്കെ കാണുന്നവരെയാണ് ഏറ്റവും ഇഷ്ടം. ഈ യൂട്യൂബ് വീഡിയോസിൽ കൂടിയാണ് കൊക്കോകോളയിൽ മെൻഡോസ് ഇട്ട് കഴിഞ്ഞാൽ അത് മേളിലേക്ക് ശക്തമായിട്ട് ചീറ്റും എന്നൊക്കെയുള്ള ഐഡിയാസ് അവർക്ക് കിട്ടിയത്. ചിലപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ തന്നെ നമ്മൾ സ്കൂളിൽ പല രീതിയിലും പഠിച്ചിട്ടുണ്ടാകും. പക്ഷേ മടുപ്പിക്കുന്ന പാഠഭാഗങ്ങളും മറ്റും കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസത്തിനോടുള്ള ഒരു എന്താ പറയുക വിരക്തി ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ എൻ്റർടൈനിങ് ആയിട്ടും കളർഫുള്ളായിട്ടും ഉള്ള ഈ ദൃശ്യമാധ്യമങ്ങൾ കുട്ടികളെ മോശമായിട്ട് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അത് സെൻസർ ചെയ്യേണ്ടത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ എതിർപ്പും അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുമല്ലോ. താങ്ക് യു സോ മച്ച്.